ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ B2 ലെവൽ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഗോയിത്തെ എക്സാം, ടെൽക്ക അങ്ങനത്തെയൊക്കെ എക്സാം എഴുതാൻ പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, എങ്ങനെയാണ് എക്സാം വരുന്നതും പാറ്റേണും, അതുപോലെ റേഡേ മെറ്റൽസും, ഏതൊക്കെ മൊഡ്യൂൾസാണ്, ഏതൊക്കെ ടൈലുകളാണ് ഉള്ളതും, എത്ര സമയമുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും മുന്നോട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഷ്രൈബൻ്റെ എന്ന് പറഞ്ഞാൽ ഷ്രൈബന് 2 ടൈലാണ് വരുന്നത്. ടൈൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗാണ് വരുന്നത്. ടൈൽസ് Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്ററാണ് വരുന്നത്, അതായത് ഇമെയിലാണ് വരുന്നത്. ഇപ്പോൾ ബ്ലോഗ് എന്ന് പറയുമ്പോഴത്തേനും ബ്ലോഗിന് നമ്മൾ 60 മാർക്കിലായിരിക്കും എക്സാം വരുന്നത്. 150 വേർഡ്സ് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ. ടൈൽ 2 ലെറ്ററാണ്, അതായത് ഇമെയിലാണ്. ഇമെയിലിന് 100 വേർഡ്സാണ് നമുക്ക് എഴുതേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ മാർക്ക് വരുന്നത് 40 മാർക്കാണ്. അപ്പം നമുക്ക് റേഡിയോ മെറ്റൽസ് നോക്കാം. ആദ്യം തന്നെ ബ്ലോഗിൻ്റെ നോക്കാം. ബ്ലോഗിന് ഫസ്റ്റ് നമ്മൾ ഹൈലൈറ്റും കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റും കൊടുക്കുമ്പോൾ നമുക്കൊരു റേഡിയോ മെറ്റൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ രീതിയിലുള്ള ഐഡിയയിൽ നമുക്കൊരു റേഡിയോ മെറ്റൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് തേമ എന്ന് പറഞ്ഞിട്ട് തേമ ഏതാണോ അതിനെക്കുറിച്ചുള്ളത് പേര് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അത് ആഡ് ചെയ്യുക. എന്നിട്ട് ഫിൻ്റെ ഈസോ ആക്ച്വൽ ഉപ തേമ വെഡ് ഹോയ്സ് ടാഗെ ഫീലെ ഡിസ്കുട്ടിയേർട്ട് deshalb möchte ich heute in diesem Blog etwas darüber schreiben. അതായത് തേമ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് ഏതാണോ അത് എഴുതി വെക്കുക. എന്നിട്ട് ആ തേമയെക്കുറിച്ച് ഞാനാണെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് കുറേ ഡിസ്കുട്ടിയർ അതായത് ഡിസ്കഷൻ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു ഇൻട്രോ കൊടുക്കുന്നു, അതായത് ഹൈലൈറ്റും കൊടുക്കുന്നു ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് റീസൺ ആണ് അത് കഴിഞ്ഞ് കൊടുക്കുന്നത്, അതായത് മൈനുങ്ങൻ ഔഷ്റുക്കൻ, അതായത് നമുക്ക് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഒരു അഭിപ്രായം പറയണം. ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇൻട്രോ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അഭിപ്രായം പറയണം. അതൊരു ചെറിയ പാരഗ്രാഫ് മതി, കുറേ വേണ്ട, ശകലം. അപ്പം നമ്മുടെ മൈനുങ് കൊടുക്കുന്നത് മൈനുങ് നാഗ് എന്ന് പറഞ്ഞാൽ റേഡിയോ മെറ്റൽ യൂസ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ഇസ്റ്റേഗെ ഹാഫ് ദം സ്റ്റാൻഡ്പുങ്ക്റ്റ് ദാസ് എന്ന് പറഞ്ഞും കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടെങ്കെ ദാസ് എന്ന് പറഞ്ഞും കൊടുക്കാം. അപ്പോൾ ദാസ് എന്ന കണക്ടർ അവിടെ യൂസ് ചെയ്യുമ്പോഴത്തേനും ഓർക്കുക, ഏത് സെൻറ്റൻസ് ആണോ വെക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ വെർബ് എഴുതുന്നത്. ദാസ് എഴുതുമ്പോൾ നമ്മൾ ആ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ വെർബ് എഴുതുകയില്ല. ആ സെൻറ്റൻസ് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ആമൻ്റെയിൽ നമ്മൾ വെർബ് എഴുതുകയുള്ളൂ. ഓക്കെ. അത് കഴിഞ്ഞാണ് റീസൺ വരുന്നത്. റീസൺ നമുക്ക് കൊടുക്കുമ്പോഴത്തേന് റീസണിനെയാണ് നമ്മൾ ബെഗ്രുണ്ടൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ ഈ റേഡിയോ മെറ്റലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത് വരുന്നത് ഇഷ്ഫിൻ്റെ എന്ന് പറഞ്ഞിട്ട് അത് ഗുഡാണ്. ഇഷ്ഫിൻ്റെ ഗുഡ്, സ്ലെക്റ്റ്, സൂപ്പർ, നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. നമ്മുടെ ടോപ്പിക് അനുസരിച്ച് നമുക്കത് ഈ 3 ഓപ്ഷനിൽ ഏത് വേണം നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. അടുത്തതാണ് ഇഷ്പിൻ താഫ്യോർ, അല്ലെങ്കിൽ ഇഷ്പിൻ തകേകൻ താസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാം. അതായത് ഞാൻ താഫ്യോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് യോജിക്കുന്നു എന്ന് പറയാം. തകേകൻ ആണെങ്കിൽ ഞാൻ അതിനെതിരാണ് എന്ന് പറയാം. ഓക്കെ. അപ്പം ചില വ്ലോഗ് എഴുതുമ്പോഴത്തേനും നമുക്ക് താഫ്യോറും താകേകനാണോ എന്ന് ചോദിക്കും. അതെന്തുകൊണ്ടാണ് അതിൻ്റെ റീസണും നമ്മളോട് ചോദിക്കും. അപ്പം അങ്ങനെ പ്രത്യേകം നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആൻസർ ആഡ് ചെയ്യുക. ഓക്കെ. അതല്ല ഗ്രൂണ്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതായത് റീസൺ മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് റീസൺ പറയുക. എസ് ഗിഫ്റ്റ് ഫസ്റ്റിനെ ഗ്രൂണ്ട് ഫ്യോ ദാസ് എന്ന് പറഞ്ഞ് നമുക്ക് റീസൺ പറയാൻ പറ്റും. അപ്പം നമുക്ക് അവിടെ കണക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഞാൻ അവിടെ ബ്രാക്കറ്റിൽ താഴെ കൊടുത്തിരിക്കുന്നത്. ആ കണക്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 ലെവൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ സ്വൈതാലിക കണക്ടോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സോവോൾ ആൽസവും നിസ്റ്റുനൂർ സ്വന്തനാവുക്കും, ഇത് 2 കണക്ടോഴ്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാണ്ട് വേറെയും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ മസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ടോഴ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതാണ് മോക്ലിഷ്കൈറ്റൻ. മോക്ലിഷ്കൈറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിലിറ്റി, ആ ഒരു ബ്ലോഗിനെ കുറിച്ച് പോസിബിലിറ്റി എഴുതാൻ പറയും. അപ്പോൾ നമുക്ക് 2 രീതി നമുക്ക് റേഡിയോ മെറ്റൽ യൂസ് ചെയ്യാം. Ich lage andere Möglichkeiten vor,
എന്ന് പറഞ്ഞിട്ട് നമുക്ക് Möglichkeiten എന്താണോ അത് പറയാം. അല്ലെങ്കിൽ നമുക്ക് എസ് ഗിഫ്റ്റ് സാൽറൈഷെ Möglichkeiten ഇൻ ദർ എന്ന് പറഞ്ഞിട്ട് എന്തിനെക്കുറിച്ചാണോ അതിനെ പറയാം. നമുക്ക് രണ്ട് രീതിയിലുള്ള ഒരു വ്ലോഗ് ഒരു അഭിപ്രായം വെച്ചാൽ പറയുന്നതെങ്കിൽ അതേതാണെന്ന് എടുത്ത് നമുക്ക് പറഞ്ഞിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ അഡീഷണൽ കണക്ടേഴ്സ് എന്നാണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഔഷധം, സുസലേഷ്, അതുപോലെ തന്നെ എന്താണ് ദൻ, വൺ, അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ബ്ലോഗോ ലെറ്ററോ എഴുതുമ്പോഴത്തേനും എഴുതിയ കണക്ടേഴ്സ് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുക. മാക്സിമം നമ്മൾ എഴുതാത്ത തന്നെ നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ സെൻറ്റൻസും സെയിം മീനിങ് വരുന്ന സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യരുത്. അതുകൂടെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. അടുത്തതാണ് ഫോർട്ടൈലെ. ആ തേമയെക്കുറിച്ച് ഫോർട്ടൈലെ പറയാൻ, അതായത് Möglichkeiten കുറിച്ച് ഫോർട്ടൈലെ പറയാൻ പറയും. അപ്പം Möglichkeiten ഫോർട്ടൈൽ പറയുമ്പോൾ നമുക്ക് പറയാം es gibt verschiedene Vorteile von എന്ന് പറഞ്ഞിട്ട് ഏത് Möglichkeiten ആണോ കുറിച്ച് പറയുന്നത് ആ Möglichkeit ആഡ് ചെയ്തിട്ട് ഫോർട്ടൈൽ അങ്ങ് പറയുക. അല്ലെങ്കിൽ ein Vorteile wäre das എന്ന് പറഞ്ഞിട്ട് ആ ഫോർട്ടൈലുകൾ ഏതൊക്കെയാണോ അത് പറയുക. അതിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ കണക്ടേഴ്സാണ് വൺ, ദൻ, es hat positiven oder negativen Einfluss. അതായത് നമുക്ക് വേണേൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്നും പറയാം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്നത് നമ്മുടെ ആ ഒരു Möglichkeiten അനുസരിച്ച് നമുക്കത് ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് einerseits andererseits കണക്ടേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് യൂസ് ചെയ്യുവാണെങ്കിലും നമ്മുടെ Möglichkeiten അല്ലെങ്കിൽ ഫോർട്ടൈൽ പറയുമ്പോഴത്തേനും അതിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ കണക്ടേഴ്സ് യൂസ് ചെയ്യുക. അടുത്തത് Schlusssatz. Schlusssatz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ആമൻ്റെ ശ്ലുസ് ചെയ്യുന്നതാണ്. ശ്ലുസ് ചെയ്യുമ്പോൾ നമുക്ക് abschließen möchte ich festhalten das എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം എന്താണോ ആമൻ്റെയിൽ അത് പറയുക. ആ ഡോട്ട് ഇട്ടിരിക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ട് soweit meine Überlegungen zu diesem Thema എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റും. അപ്പോൾ ആ ഡാഷ് എന്ന് കുത്തിട്ടിരിക്കുന്നിടത്ത് നമ്മൾ അഭിപ്രായം നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു മൈനിങ് പറഞ്ഞ് നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ആമൻ്റെയിൽ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത്രയും പറഞ്ഞാൽ നമുക്ക് ചുസ് അതായത് അവസാനിപ്പിക്കാവുന്നതായിരിക്കും. ബ്ലോഗ് അത്രയും എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ബ്ലോഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ട് കാര്യം, ബ്ലോഗ് നമ്മൾ പാരഗ്രാഫ് തിരിച്ചാണ് എഴുതുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് നമുക്ക് എന്താണ് 150 വേർഡ്സ് തന്നെ ഉണ്ടായിരിക്കണം, അതിൽ കുറഞ്ഞു പോകരുത്. അതുപോലെ തന്നെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നല്ല എഴുതുക. പിന്നെ B2 കണക്ടേഴ്സ് തന്നെ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഓരോ കണക്ടേഴ്സ് വെക്കുമ്പോഴും വെർബും അതുപോലെ സെൻറ്റൻസ് സ്ട്രക്ചറും എല്ലാം നോക്കി വൃത്തിക്ക് തന്നെ വെക്കുക, തെറ്റിപ്പോകാതെ എഴുതുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ഒരു ബ്ലോഗ് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈലാണ് ഇമെയിൽ. ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സമയം അത് എടുക്കുകയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്നത് ടൈൽ 2 നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു നമ്മുടെ ആളിനനുസരിച്ച് സല്യൂട്ടേഷൻ കൊടുക്കുവാണ്. അതായത് സഗേർത്തെ ദാമൻ und ഹെറൻ. നമുക്ക് അവിടെ ഏതാണ് നമുക്ക് പേഴ്സണെ അറിയത്തില്ല, മെയിലാണോ ഫീമെയിലാണോ എന്നറിയില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സഗേർത്തെ ദാമൻ und ഹെറൻ എന്ന് പറഞ്ഞിട്ട് എഴുതുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെർ ആണ്, അതായത് അവിടെ ഒരു ബോയ് മെയിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് പറയാം സർഗേർട്ടർ ഹെർ എന്ന് പറഞ്ഞിട്ട് പേര് വെക്കാം. പേര് വെച്ചിട്ട് കോമ ഇടുക. അടുത്തത് ഫ്രൗ ആണ് അല്ലെങ്കിൽ ലേഡി ആണെങ്കിൽ നമുക്ക് പറയാം സർഗേർട്ടെ ഫ്രൗ എന്ന് പറഞ്ഞിട്ട് പേര് വെച്ചിട്ട് കോമ ഇടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ സല്യൂട്ടേഷൻ വരുന്നത്. ഇനി അടുത്തത് ബെഡാങ്കൻ. ബെഡാങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക്സ് പറയുക. ഫിലൻ ഡാങ്ക് ഫോർ യുവർ ഇമെയിൽ. നിങ്ങളുടെ ഇമെയിലിന് വളരെയധികം നന്ദിയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹേഴ്സ്ലിഷൻ താങ്ക ഫ്യോർ ദി ഐലാഡും. നിങ്ങളുടെ ഇൻവൈറ്റിങ്ങിന് വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് ഈ രീതിയിലും പറയാം ഫിറസ്റ്റ് മോസ്റ്റേജ് മിസ് പൈനൻ ഫ്യോ ഇയർ ഐലാഡും ബെഡാങ്കൻ. അങ്ങനെയും പറയാം. അപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് തേർഡ് പോയിൻ്റ് ആണ്. അപ്പോൾ അടുത്തത് വരുന്നതാണ് സിഷ് എൻഷുൽഡിഗും, അതായത് സോറി പറയുന്നത്. എസ് ടുത് മിയർ ലൈറ്റ് ആബർ ലൈഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റീസൺ പറയാം. അല്ലെങ്കിൽ ich möchte mich bei Ihnen dafür entschuldigen dass എന്ന് പറഞ്ഞ് നമുക്ക് കാര്യം പറയാം. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട്
സോറി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണോ റീസൺ അത് പറയാം. ലൈഡറിന് പകരം നമുക്ക് ബെഡോയെ ലെഷ് റൈസ് എന്ന് പറയുന്ന കണക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് B2 വേർഷനാണത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പം വെർബ് പിന്നെ സബ്ജക്റ്റ് അങ്ങനെയായിരിക്കും എൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. അടുത്തതാണ് ശ്ലുസ് സാറ്റ്സ്. ശ്ലുസ് ചെയ്യുമ്പം നമുക്ക് പറയാം Dann wir vielleicht den Termin auf nächste Samstag verschieben. അതായത് എന്താണ്, എനിക്കാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീക്കിൽ നെക്സ്റ്റ് സാറ്റർഡേയിലേക്ക് എനിക്കൊരു ടെർമിൻ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ടെർമിൻ കാര്യം ചോദിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഏറ്റവും അവസാനം നമുക്ക് vielen Dank im Voraus für Ihre Antwort അല്ലെങ്കിൽ ich bedanke mich im Voraus für Ihre Aufmerksamkeit എന്നും പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും ആമണ്ടിയിൽ നമുക്ക് എന്ത് എഴുതണം, മിറ്റ് വോയിലേഷൻ ഗ്രോസ് എന്ന് എഴുതുക. എന്നിട്ട് ഫുൾ നെയിം വെക്കുക. അപ്പം ഈ vielen Dank für im Voraus für Ihre Antwortഉം ich bedanke für എന്നുള്ളതും രണ്ടും ഒറ്റ ഇത് തന്നെയാണ്. അത് രണ്ടും അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് മിഡ് വോയിലേഷൻ ഗ്രോസ് എന്ന് എഴുതുക, പേരും എഴുതുക. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ വായിച്ച് പോയിന്റ് അനുസരിച്ച് എഴുതുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിയേഴ്സ്.